കേരളത്തിന് പുറത്ത് ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടൊരു സോളോ ട്രിപ്പ് എന്ന് പറയാൻ പറ്റുന്ന ഒരു യാത്രയാണിത്. ഡൽഹിയിലെ താജ്മഹലിൽ എത്തിയതാണ്. താജ്മഹലിൻ്റെ തൊട്ട് മുൻപിലുള്ള കെട്ടിടത്തിൻ്റെ അകത്തുള്ള കോമ്പൗണ്ടിലാണ് ഒരു ടൂറിസ്റ്റ് ഗൈഡ് എന്നോടൊപ്പം ഉണ്ട്. ടൂറിസ്റ്റ് ഗൈഡ് കൂടുതലായിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെയാണ് എടുത്തു തന്നത്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച് ഞാൻ നടക്കുന്നതിനിടയിൽ ടേൺ ബാക്ക് ചെയ്താണ്. 2024 സെപ്റ്റംബർ 15 രാവിലെ 10:55 ആലുവയിൽ നിന്ന് മംഗള ലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിൽ നിസാമുദ്ദീൻ വരെയായിരുന്നു എൻ്റെ ടിക്കറ്റ്. എൻ്റെ ടൂർ ഗൈഡ് ഹിന്ദിയിൽ എന്തൊക്കെയോ വിശദീകരിക്കുന്നുണ്ട്. സ്കൂളിൽ പഠിച്ച ഹിന്ദി മാത്രമാണ് ഓർമ്മയിലുള്ളത്, അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എങ്കിലും ഒരു കൂട്ട്, അത്രയേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. This is the Agra very famous, the handicraft. Yeah. All this is the handmade. This is the carving. Yeah. This is the clothes. You see. And they cut the marble, and after fixing the stones, and those time. Yet chapter of full. Yes, this is those time when nothing any for the glue, white marble for the dust, and from rice, and from the honey, and the white cement, and after from the fixing, after buffing and the polish. Okay. നിസാമുദ്ദീൻ വരേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തതെങ്കിലും പോരും വഴിയാണ് ഞാൻ ശ്രദ്ധിച്ചത് ആഗ്ര റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് താജ്മഹൽ എന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഡൽഹിയിൽ വന്നപ്പോൾ താജ്മഹൽ കണ്ടില്ല എന്ന വിഷമം തീർക്കാനായിരുന്നു എൻ്റെ ആദ്യ പ്ലാൻ. എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, ഡിസൈനേഴ്സ് ഇവരൊക്കെ കണ്ടിരിക്കേണ്ട നിർമ്മിതിയാണ് താജ്മഹൽ എന്നുള്ളത്. കാരണം ഇത്ര കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന കെട്ടിടങ്ങളും അതിൻ്റെ ഫ്ലോറ്, ചുമര്, മറ്റു കെട്ടിടങ്ങളെല്ലാം അതിലെ ഡിസൈനുകളെല്ലാം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നിർമ്മിതികളെക്കാളും 10 മടങ്ങ് മെച്ചപ്പെട്ടതാണ്. അന്നൊന്നും എൻജിനീയറിങ് ഒരു വ്യവസ്ഥാപിതമായൊരു കോഴ്സായിട്ട് പഠിക്കുന്ന ഒന്നും ആയിരുന്നില്ല. എന്നിട്ട് പോലും ഇത്രയ്ക്ക് മനോഹരമായിട്ട് ഇതൊക്കെ ചെയ്തത് കാണുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നത് എല്ലാ കാലത്തും മനുഷ്യൻ്റെ കഴിവ് ഒരുപോലെ തന്നെയാണ്. ലഭ്യമായ റിസോഴ്സുകളിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നു കാണുള്ളൂ. കാരണം ഈ തേച്ച് വച്ചിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്, മുകളിലോട്ടുള്ള നിർമ്മിതികൾ, അതിൻ്റെ ഷേപ്പ്, ഇതെല്ലാം ഇന്നത്തെ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ ഒന്നും ഒരുപക്ഷെ അന്ന് ലഭിച്ചിട്ടില്ല. സയൻസ് അത്രയും വികസിച്ചിട്ടില്ല, സാങ്കേതികത അത്രയും വികസിച്ചിട്ടില്ല. എന്നിട്ടും പ്രാക്ടിക്കലി ഇത്ര ഭംഗിയായിട്ട് അതൊക്കെ ചെയ്തിരുന്നെങ്കിൽ മനുഷ്യന് എല്ലാ കാലത്തും ഈ കഴിവുകൾ പൊട്ടൻഷ്യലായിട്ടുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള റിസോഴ്സുകളുടെ ലഭ്യതയും അത് ഉപയോഗിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും അതിനായിട്ടുള്ള എനർജി ടൈമിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സെൽഫികളൊന്നും എടുക്കണമെന്ന് വിചാരിച്ച് എൻ്റെ ഫോട്ടോ ഒന്നും എടുക്കണമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പോയത്. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ടൂർ ഗൈഡ് ഫൈനലി ഹി ബിക്കേം എ ഫോട്ടോഗ്രാഫർ ആൻഡ് ഹി ടുക്ക് എ ലോട്ട് ഓഫ് ഫോട്ടോഗ്രാഫ്സ്. ആക്ച്വലി ആഫ്റ്റർ 2 days of journey I didn't take bath and I didn't have proper food and didn't wear proper dress, and finally what happened, a lot of photographs of mine
Actually, I didn't like this type of posing, but this guide compelled me to pose like this. എന്താണെങ്കിലും എൻ്റെ യാത്രയിൽ എനിക്ക് മനസ്സിലായ വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക ബൗദ്ധിക തലങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് സ്പാർക്കുകൾ, പുതിയ പുതിയ തോട്ട്സ്, പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഇവാലുവേഷൻ, അനാലിസിസ്, അതൊക്കെ ഭയങ്കര റിച്ചായിട്ടുള്ള എക്സ്പീരിയൻസാണ്. ഈ സോളോ ട്രിപ്പ് എന്ന് പറയുന്നതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. പ്രത്യേകിച്ചും നമുക്ക് ഭാഷ അറിയാത്ത സ്ഥലത്ത്, നമുക്കൊട്ടും പരിചിതമല്ലാത്ത സ്ഥലത്തൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഇന്നർ പൊട്ടൻഷ്യലിൻ്റെ ഒരു ഔട്ട് ബസ്റ്റ് അതിന് മാക്സിമമാണ് സാധാരണ സംഭവിക്കുന്നത്. സോ ഞാൻ വിചാരിക്കുന്നത് ഇത് നേരത്തെ ഇങ്ങനെയൊന്നും പോയില്ലല്ലോ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഇങ്ങനെ കൂട്ടുകൂടി പോകുന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കും. മറ്റൊന്ന് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം അവിടുത്തെ നിർമ്മിതികൾ. നമ്മളിപ്പോൾ ബിടെക് എംടെക്കൊക്കെ പഠിച്ച് എൻജിനീയേഴ്സ് ചെയ്യുന്ന ഡിസൈനൊക്കെ ഇതിലൂടെ പഠിച്ച് കിട്ടുന്നതാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അവിടെ ഈ താജ്മഹലിൻ്റെ മൊത്തത്തിലുള്ള പണികളിൽ, നിർമ്മിതികളിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴുള്ള കാര്യം തന്നെയാണ്. ഒരു പക്ഷേ അതിലേക്ക് 10 മടങ്ങ് മെച്ചപ്പെട്ട ഡിസൈനാണ്. ഈ കാണുന്ന മുഴുവൻ മാർബിളിൽ കൊത്തുപണികൾ ചെയ്തിരിക്കുന്നതാണ്. അപാര ഫിനിഷ് എന്ന് വെച്ചാൽ ഇപ്പോൾ പോലും അത്രയൊന്നും പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആളുകൾക്ക് കൊണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇന്ന് നേടിയ സാങ്കേതിക നേട്ടങ്ങളെന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്. അതിനുള്ള ടൂൾസിൻ്റെ അവൈലബിലിറ്റി, മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റിയിലുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എക്കാലത്തും ഒരുപോലെ തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ വീണ്ടും ടൂറിസ്റ്റ് ഗൈഡിൻ്റെ ഫോട്ടോയ്ക്ക് വേണ്ടിയുള്ള വിവിധ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചുള്ള പോസ് ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ഹിന്ദിയിൽ പറയുന്നതുകൊണ്ടുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട്, അത് വേറൊരു വിഷമം. സത്യത്തിൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഭാഷയുടെ പ്രശ്നം പറയാറുണ്ട്. പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ സോളോ ട്രിപ്പിലാണ് അനുഭവിച്ചത്. നമ്മൾക്ക് ഭാഷയിലുള്ള പരിജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ കാലിലിടുന്ന ചെരുപ്പും കണ്ണിൻ്റെ കാഴ്ചയും നമ്മുടെ കൈകാലുകളുടെ ഉപയോഗം പോലെ തന്നെയാണ് ഭാഷ എന്നുള്ളത്. ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടും. ഒരുപക്ഷെ എൻ്റെ യാത്രയിൽ ആ ഓട്ടോറിക്ഷക്കാരൻ എന്നെ സഹായിച്ചതും ടൂറിസ്റ്റ് ഗൈഡിൻ്റെ സഹായമൊക്കെ എനിക്ക് സത്യത്തിലത് അത്രയ്ക്ക് വേണ്ടായിരുന്നു. ഭാഷ അറിയാത്തതുകൊണ്ട് പിന്നെ നമ്മളത് നമ്മൾ പറഞ്ഞ നോ അവർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ഞാൻ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത്, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങോട്ട് സഹായം തരുന്ന ആരെയും വിശ്വസിക്കരുത്, അങ്ങനെയുള്ളവരെ സഹായം സ്വീകരിക്കരുതെന്നുള്ളതാണ്. കാരണം അവർക്ക് അവരുടേതായ ലക്ഷ്യം. എനിക്ക് മോശമായ അനുഭവമൊന്നും ഉണ്ടായില്ല. പക്ഷെ മണി തന്നെയാണ് ഇതിൻ്റെയൊക്കെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. 300 രൂപ തട്ടിപ്പറിക്കുന്നതിന് പകരം ഈ കാണുന്നതുണ്ടല്ലോ, അതായത് ഈ ഷാജഹാൻ കറുത്ത താജ്മഹൽ കൂടി പണിയാൻ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത്. ഇത് വെളുത്ത താജ്മഹലിനൊപ്പം തന്നെ ഒരു കറുത്ത താജ്മഹൽ കൂടി പണിയാൻ ഉദ്ദേശിച്ചിരുന്നു. അവിടെ തൊട്ട് താഴെയായിട്ട് യമുന നദിയുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അത് പണിയാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്ന് ഉള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെ. അങ്ങനെ വീണ്ടും ഫോട്ടോ പോസിങ്ങിലാണ്. ഈ ഡബ്ബിങ്ങും ഞാനും തമ്മിൽ അത്ര മാച്ചാകുന്നില്ല. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് തീരെ പരിചിതമല്ലാത്ത, ഇതൊട്ട് കംഫർട്ടബിൾ അല്ലാത്ത കാര്യമാണ്. എന്തായാലും ഈ വോയിസ് ഓവർ ഇവിടെ നിർത്തിയാണ്. എൻ്റെ ഒരു ആദ്യത്തെ സോളോ യാത്രയാണ്. എന്താണെങ്കിലും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒത്തിരി ചിന്തകൾ, നമ്മുടെ ഉള്ളിലെ തന്നെ ശക്തികളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നു. നമ്മളെന്താണെന്ന് നമുക്ക് മനസ്സിലാൻ പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തും എല്ലാം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരിക്കും. ഇപ്പം ഞാൻ ഈ കാണിച്ച പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുന്നതുകൊണ്ട്, അവിടെ നിന്ന് ഫോട്ടോകളെടുത്ത് അതിലൂടെയൊക്കെ എങ്ങനെ യാത്ര ചെയ്ത് ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്നതും, അതങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് വലിയൊരു അച്ചീവ്മെൻ്റാണ്, വലിയ നേട്ടമാണ്, വലിയ അനുഭവമാണ്. എൻ്റെ വോയിസ് ഓവർ അത്ര മെച്ചപ്പെട്ടിട്ടില്ല. എന്തായാലും ഇത്രയ്ക്ക് പറഞ്ഞുകൊണ്ട് ഈ താജ്മഹൽ ട്രിപ്പ് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 2 പാർട്ടായിട്ടാണ് കൊടുത്തത്. ഹൊറിസോണ്ടലായിട്ടുള്ള പിക്ചേഴ്സൊക്കെ ആദ്യത്തെ പാർട്ടിലും വെർട്ടിക്കലായിട്ട് എടുത്തിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസും രണ്ടാമത്തെ പാർട്ടിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ
എനിക്ക് എൻ്റേതായ രീതിയിലൊന്നും ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കൂടുതൽ ഇതിൽ കാണുന്ന ഭൂരിഭാഗവും തന്നെ ടൂറിസ്റ്റ് ഗൈഡ് എടുത്തു തന്നതാണ്. അയാളുടെ പേര് രാഹുൽ എന്നെന്താണ് പറഞ്ഞു തന്നത്. പിന്നെ അയാളോടൊപ്പം ഭക്ഷണം കഴിച്ച് ഞാൻ അവിടെ നിന്ന് അയാൾ തന്നെ എനിക്ക് ഒരു ട്രാവൽ ഏജൻസി കൊണ്ടുപോയിട്ട് എനിക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നെ ഡൽഹിക്കുള്ള ബസ്സിൽ കയറ്റി വിട്ട് ഞാൻ പോന്നു.